അല്ലല്ല അതിന് ഏട്ടാ ഈ വായ ഏതാണ്? നേട്ടുപാളയം വായല്ലേ? ആ ഇത് നിങ്ങൾ നേരിട്ട് ഇതാക്കിയ നേരിട്ട് കണ്ടിതാക്കിയതാ? ആ ആ ആ ഇതിലിപ്പോൾ എന്തൊക്കെ നിങ്ങൾ നട്ടിട്ട് പിന്നെ എന്തെങ്കിലും അപ്പം എന്തെങ്കിലും ഇട്ടിരുന്നോ? ഇപ്പൊ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ ഇനിയിപ്പോ ഒന്ന് വായ ഒന്ന് വലുതായിട്ട് ഒന്ന് ഇതായിട്ട് വളം ഇട്ടെടുക്കും. കജൂലല്ലേ? ആ ആ അങ്ങനെ വായ മാത്രം. ആ അത് ഇനി വായക്ക് ഇപ്പം എന്തെങ്കിലും കൊടുപ്പം എന്തെങ്കിലും വളപ്പൊടി ഇട്ട് കൊടുക്കൂലേ? ഈ എന്താ ഈ നേട്ടുപാലത്തിന് ഈ ചുവന്ന കളറ് കന്നിന് ചുവന്ന കളറ്? ആ ഇത് വല്ല ഐറ്റം ഒക്കെ പോയാ ആയിരം. അപ്പൊ ഇതിന് മുട്ട് കൊടുക്കേണ്ടി വരില്ലേ? കാങ്ങ് മുറിച്ച് കൊടുക്കണല്ലേ? ആ പക്ഷെ കൊല അങ്ങനെ ഉണ്ടാവും? നല്ല വലിപ്പം ഉണ്ടാവോ? ഉണ്ടാവൂലേ? കൊല ഉണ്ടാവില്ലേ? 10-15 കിലോന്റെ കൊല ഉണ്ടാവില്ലേ? ആ ആ ഇത് ഏകദേശം എന്താക്കത് ഓണത്തിന് മുന്നേ വെട്ടൂലേ? അടുത്ത മെയ് വെട്ടി പോരല്ലേ? ആ ആ വായ എങ്ങനെ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ലാഭമല്ല, ഇപ്രാവശ്യം അങ്ങനെ വില കുറച്ച് ഇതുണ്ടല്ലേ? പക്ഷെ നല്ല വില ഉണ്ടല്ലേ? വില ഉണ്ടേനി കൂടും തോന്നുന്നു, പ്രതീക്ഷിക്കാം. ഇപ്പൊ കുറഞ്ഞു. ഇതൊക്കെ വായും ഇതൊക്കെ അല്ലേ? ഇനിയിപ്പോ ഇതിലെന്തിനും കുഴിച്ചിടൂലല്ലേ? വായനുണ്ടാവില്ല. അപ്പൊ അതിന്റെ ഒരു കഴിഞ്ഞല്ലേ? ആ അതിന്റെ വൃത്തിയും കാര്യങ്ങളല്ലേ? ഇത് എത്ര വായുണ്ട്? 800 വായ. 800 വായ. നിങ്ങളിപ്പോ ഏത് പഞ്ചായത്താണിത്? അരീക്കോട്. എത്രാം വാർഡ്? 13-ാം വാർഡ്. ആ അരീക്കോട്. തൃശ്ശൂവാന് ബന്ധപ്പെട്ടാൽ എന്തെങ്കിലും കിട്ടിക്കൂടായില്ലോ. പക്ഷെ ഞങ്ങൾ ബന്ധപ്പെടാത്തോണ്ടാട്ടോ. കാരണം കൃഷിഭവനൊക്കെ ഇപ്പൊ പയ്യന്മാർക്കല്ല നല്ല ഉഷാറാണ്. കാരണം നമ്മള് വായക്കൊക്കെ ഒരു വായ ഇൻഷൂർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് പ്രശ്നം വന്ന് ഞാൻ പൈസ കിട്ടും. പൈസ ഒന്ന് വെയിറ്റ് ചെയ്യണം, എന്നാലും പൈസ കിട്ടും. മറ്റേത് നമ്മൾ തന്നെ പോയി കഴിഞ്ഞാൽ എത്തും കിട്ടൂലല്ലോ. ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാം പോയി കഴിഞ്ഞാൽ. പക്ഷെ ഇൻഷൂർ ചെയ്തിട്ടില്ല, അതാ പറ്റിയ പോലെ. ഇൻഷൂർ ചെയ്ത് നമുക്ക് പൈസ കിട്ടും. കിട്ടൂലെന്നൊക്കെ വെറുതെ, പക്ഷെ കിട്ടും. കിട്ടിയ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ പയറുണ്ടല്ലോ വേറെ അല്ലേ? വായക്ക് വല്ല കീടങ്ങൾ അങ്ങനെ അറ്റാക്കൊന്നുമില്ലല്ലോ? ഇല്ലല്ലേ? അങ്ങനെ കാറ്റും മഴയൊക്കെ ഉണ്ടാവും അങ്ങനെ. ആ ആ ഇപ്പം കുഴപ്പമില്ലാത്ത വായയാണ്. പിന്നെ നനക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ വായക്ക്? ഇല്ലല്ലോ. നിങ്ങൾ എത്ര വർഷമായി കൃഷി? ചെറുപ്പം മുതലുണ്ടോ? അച്ഛൻ്റെ പാരമ്പര്യം? പോയിട്ടില്ല. ആ മക്കള് എങ്ങനെ ഇതിക്ക് കൃഷിക്ക് താല്പര്യം ഉണ്ടോ? അല്ല ഒരു താല്പര്യം ഉണ്ടോ? താല്പര്യം ഉണ്ട്. ആ ആയിക്കോട്ടെ. ആ കുറച്ചൊക്കെ കൃഷിയും ആകട്ടെ അല്ലേ? ആ സുഖമില്ലാത്തപ്പോ നല്ല രസമുണ്ട് ഈ വായ. അതുകൊണ്ട് കണ്ടു ഞാൻ. അപ്പൊ ഇങ്ങനെ പോയപ്പോഴേ വായ കണ്ടപ്പോ ഒരു ഉഷാറായി. ഇനിയിപ്പോ ഒന്നും കൂടി വലിപ്പം വയലാറ് ഉഷാറാവില്ല. അപ്പൊ നല്ല വായ നല്ല ചുമന്ന കന്നാണ്. നല്ല വളമൊന്നും ഇട്ടിട്ടില്ല. ഇപ്പൊ ആ വളം പെടാത്ത സ്റ്റേജാണ് ഇപ്പൊ. ഇനിയിപ്പോ ഒന്ന് വളമൊക്കെ ഉഷാറാൻ വയലാറൊന്നും ഉഷാറാവും. ഇപ്പൊ പുല്ലൊക്കെ ചെത്തി കൊടുത്തില്ലേ? രണ്ടാണി ചത്താണ്ടല്ലേ? ആ അങ്ങനല്ലേ?